Hi everyone. Today let's start with the topic Lissajous patterns of CR. When both pairs of horizontal deflection plates and vertical deflection plates of CRO are connected to two sinusoidal voltages, the pattern appear at CRO screen are called the Lissajous pattern. അതായത് നമുക്കറിയാം സി ആർ ഒയിൽ ടു പെയർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. വൺ ഈസ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ആൻഡ് അതർ വൺ ഈസ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. ഈ രണ്ട് പ്ലേറ്റ്സിലേക്കും നമ്മൾ എക്സ്റ്റേണലി ഈ സൈനുസോയ്ഡൽ സിഗ്നൽസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് സി ആർ ഒയിൽ ഒരു പാറ്റേൺ കാണും. ആ പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിസാജിയസ് പാറ്റേൺ. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൽ വെർട്ടിക്കൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സും ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സും ഉണ്ട്. അപ്പം ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിനെ വി കൻ കോൾ ഇറ്റ് ആസ് എക്സ് പ്ലേറ്റ്സ് ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിനെ വി കൻ കോൾ ഇറ്റ് ആസ് വൈ പ്ലേറ്റ്സ്. അപ്പം ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് വരുന്ന ഇൻപുട്ടിന് എക്സ് ഇൻപുട്ടെന്നും അതേപോലെ വെർട്ടിക്കൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് വരുന്ന ഇൻപുട്ടിന് വൈ ഇൻപുട്ടെന്നും പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വൈ ഇൻപുട്ട് എപ്പോഴും നമ്മൾ ഓൾവേസ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുകയാണ്. അതായത് വെർട്ടിക്കൽ ആംപ്ലിഫയർ വഴി ഡിലേ ലൈൻ വഴി വെർട്ടിക്കൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് അത് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ നോർമൽ കേസിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻറ്റേർണലിയാണ്. അതായത് ട്രിഗർ സർക്യൂട്ട് ടൈം ബേസ് ജനറേറ്ററിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സോ ടൂത്ത് വേവ് ഫോം ജനറേറ്റ് ചെയ്ത് ആ സോ ടൂത്ത് വേവ് ഫോം ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വഴി ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്കാണ് വരുന്നത്. സോ നമുക്കതിലിപ്പം എക്സ്റ്റേണലായിട്ട് സിഗ്നൽ എവിടെ കൊടുക്കണം, ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ എവിടത്തേക്ക് കണക്ട് ചെയ്യണം, എക്സ്റ്റേണൽ ട്രിഗർ സർക്യൂട്ടിലേക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. അതായത് ഇൻറ്റേർണൽ കണക്ഷന് പകരം എക്സ്റ്റേണൽ കണക്ഷൻ കൊടുക്കണം. അപ്പം ഇപ്പം എക്സ്റ്റേണൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇൻപുട്ടിലേക്കും അതേപോലെ വൈ ഇൻപുട്ടിലേക്കും രണ്ട് ഇൻപുട്ടിലേക്കും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ സിഗ്നൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ രണ്ട് ഇൻപുട്ടിലേക്കും എക്സ്റ്റേണൽ സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ പറയുന്നതാണ് എക്സ് വൈ മോഡ് ഓപ്പറേഷൻ. സോ കമ്മിങ് ടു ലിസാജിയസ് പാറ്റേൺ. അപ്പം ഷേപ്പ് ഓഫ് ദിസ് ലിസാജിയസ് പാറ്റേൺ ചേഞ്ചസ് വിത്ത് ചേഞ്ചസ് ഓഫ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്നൽസ് ആൻഡ് റേഷ്യോ ഓഫ് ഫ്രീക്വൻസി അപ്ലൈ ടു ദ ഡിഫ്ലേഷൻ പ്ലേറ്റ്സ് ഓഫ് സി ആർ ഒ. അപ്പം ഈ ലിസാജിയസ് പാറ്റേണിൻ്റെ ഷേപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സിഗ്നൽസിൻ്റെ, അതായത് എക്സ് ഇൻപുട്ടിലും വൈ ഇൻപുട്ടിലും അപ്ലൈ ചെയ്തിരിക്കുന്ന സിഗ്നൽസിൻ്റെ ഫേസ് ഡിഫറൻസ്, അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഫേസ് ഡിഫറൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിന് ലിസാജിയസ് പാറ്റേണിൻ്റെ ഷേപ്പ് മാറും. അതേപോലെ അത് തമ്മിലുള്ള ഫ്രീക്വൻസി റേഷ്യോ തമ്മിൽ മാറുന്നതിനനുസരിച്ച് ലിസാജിയസ് പാറ്റേണിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ലിസാജിയസ് പാറ്റേൺ. ലിസാജിയസ് പാറ്റേൺസ് ഹാവ് ടു ആപ്ലിക്കേഷൻസ്. വൺ ഈസ് ടു കാൽക്കുലേറ്റ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈനുസോയ്ഡൽ സിഗ്നൽ ഹാവിങ് സെയിം ഫ്രീക്വൻസി. അതായത് നമ്മളിപ്പോൾ രണ്ട് സെയിം ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിന് എക്സ് ഇൻപുട്ടിലും വൈ ഇൻപുട്ടിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ലിസാജിയസ് പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്രീക്വൻസി മെഷർ ചെയ്യാനും അൺനോൺ ഫ്രീക്വൻസി, ഒരു എക്സ് ഇൻപുട്ടിൽ ഒരു ഫ്രീക്വൻസിയിലും നോൺ ഫ്രീക്വൻസിയിലെ സിഗ്നലും വൈ ഇൻപുട്ടിൽ ഒരു അൺനോൺ ഫ്രീക്വൻസിയിലെ സിഗ്നലും അപ്ലൈ ചെയ്യണം. അത് തമ്മിൽ ആ ഫ്രീക്വൻസി റേഷ്യോ എത്രയാണെന്ന് നമുക്ക് ഏത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ലിസാജിയസ് പാറ്റേൺ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അൺനോൺ ഫ്രീക്വൻസി വി ക്യാൻ കാൽക്കുലേറ്റ് യൂസിങ് ലിസാജിയസ് പാറ്റേൺ. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ഫേസ് ഡിഫറൻസ്. When two sinusoidal signals of same frequency and magnitude are applied to both pairs of deflecting plates of CRO, the Lissajous pattern changes with changes of phase difference between signals applied to the CRO. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷേപ്പ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, രണ്ട് സിഗ്നൽസ് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലും ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലും അപ്ലൈ ചെയ്യുന്ന സിഗ്നൽസിൻ്റെ ഫേസ് ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലിസാജിയസ് പാറ്റേണിൻ്റെ ഷേപ്പ്. അപ്പം ഇതാണ് നമ്മൾ രണ്ട് സിഗ്നൽസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0, 360 ഡിഗ്രി, രണ്ടും ഇൻ ഫേസ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ലിസാജിയസ് പാറ്റേൺ എന്ന് പറയുന്നത് സ്ക്രീനിൽ കിട്ടുക ഇങ്ങനൊരു ലൈൻ ആയിരിക്കും. അപ്പം ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ്, ഇപ്പം ഇതിൽ കാണാം നിങ്ങൾക്ക് രണ്ട് സൈനുസോയ്ഡൽ സിഗ്നൽസും സെയിം ഫേസ് ആണ്, ബോത്ത് ആർ ഇൻ സെയിം ഫേസ് ആൻഡ് വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. നെക്സ്റ്റ് 45 ഡിഗ്രിയാണ്, അതായത് 45 ഡിഗ്രിയിൽ ഔട്ട് ഓഫ് ഫേസ് ആണ് രണ്ട് സിഗ്നൽസും തമ്മിൽ. സോ ഒരു എലിപ്സ് ആണ് ഇവിടെ കിട്ടുക. പിന്നെ 90 ഡിഗ്രിയാണ്, രണ്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണെങ്കിൽ വി വിൽ ഗെറ്റ് എ സർക്കിൾ. ഇതിപ്പോൾ ഒരു 30 ഡിഗ്രീൻ്റെ ലിസാജിയസ് പാറ്റേൺ ആണ്, 30 or 330. ദെൻ 45 or 315,
Lissajous pattern will be like this. Then 60 or 300, 90 or 270 ഒരു സർക്കിളാണ് കിട്ടുക. 120 240 to 120 240 again ellipse ആണ്. But most portion of the Lissajous pattern is in second quadrant and third quadrant. അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും അതേപോലെ ഫോർത്ത് ക്വാഡ്രൻറ്റിലും ആയിരിക്കും അതിൻ്റെ മെയിൻ പോർഷൻസ് പാറ്റേണിൻ്റെ മെയിൻ പോർഷൻസ് ഉണ്ടാവുക. ദെൻ 180 degree again a straight line. സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും, സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും അത് പ്രസൻറ്റ് ആവുക. ഇനി കാൽക്കുലേഷൻ ഓഫ് ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിൽ രണ്ട് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് സിഗ്നൽസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 or 90, 0 or between 0 and 90 or 270 and 360. അതായത് 0നും 90ക്കും, അതായത് 30 ഡിഗ്രി അല്ലെങ്കിൽ 330 ഡിഗ്രി. ഇങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ phi is equal to sin inverse of x1 divided by x2, that is equal to or sin inverse of y1 divided by y2. അതായത് നമുക്ക് x1 ഒന്നിക്കിൽ sin inverse of x1 by x2 എടുക്കാം, അല്ലെങ്കിൽ sin inverse of y1 by y2 എടുക്കാം. ഇത് രണ്ടിലും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഫേസ് ഡിഫറൻസ് phi കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഇപ്പം ലെറ്റസ് assume phi is equal to 30 ഡിഗ്രി. phi ആണ് നമുക്ക് കിട്ടിയത്. അപ്പം phi കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൽ മാത്രമല്ല ആ പാറ്റേൺ ലിസാജസ് പാറ്റേൺ വേറൊരു ആംഗിളും കൂടിയുണ്ട്. ദാറ്റ് ഈസ് 360 - 5, ദാറ്റ് ഈസ് 330 ആണ്. അപ്പം 30ക്കും 330ക്കും സെയിം പാറ്റേൺ ആണ്. രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 30 ഡിഗ്രിയോ അല്ലെങ്കിൽ 330 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം x1ൻ്റെ വാല്യൂ ഈസ് 2.25 ആൻഡ് x2 ഈസ് 4.5. ഇതാണ് നമ്മൾ x1ൻ്റെ 2.25 4.5 എടുക്കുന്നു. ദെൻ phi is equal to sin inverse of x1 divided by x2. Substituting the values of x1 and x2, we will get phi is equal to 30 and phi dash is equal to 330. Next case എന്ന് പറയുന്നത് when the phase difference is between 90 and 180. അതായത് ഫേസ് ഡിഫറൻസ് ഇൻപുട്ട് സിഗ്നൽസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90യും 180യും ആണെങ്കിൽ, അല്ലെങ്കിൽ 180 or 270, 180ക്കും 270ക്കും ഇടയിലാണെങ്കിൽ, ഈ രണ്ട് കണ്ടീഷൻസിൽ ഇടയിലാണ് ഫേസ് ഡിഫറൻസ് വരുന്നതെങ്കിൽ നമ്മൾ phi കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ 180 ഡിഗ്രി മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് x1 ഡിവൈഡ് ബൈ x2, ദാറ്റ് ഈസ് ഈക്വൽ ടു or 180 degree minus sin inverse of y1 by y2. Phi dash is equal to 360 minus 5. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും x1 is 2.25 and x2 is let's assume 4.5. So phi is equal to 180 minus sin inverse of x1 divided by x2, that is equal to 180 minus 30, that is equal to 150. അപ്പം നമുക്ക് phi 150യും phi dash 210 ആണ് കിട്ടുക. അപ്പം 150 ഡിഗ്രിക്കും 210 നമുക്ക് സെയിം പാറ്റേൺ ആണ് കിട്ടുക. അപ്പം എങ്ങപ്പം ഇതിൽ രണ്ട് കണ്ടീഷനാണ് ഫേസ് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ലിസാജസ് പാറ്റേണിൽ. ഫസ്റ്റ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0നും 190 ഡിഗ്രിക്കും ഇടയിൽ ആണ് നമ്മുടെ ഫേസ് ഡിഫറൻസ്, അല്ലെങ്കിൽ 270ക്കും 360ക്കും ഇടയിലാണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ phi is equal to sin inverse of x1 by x2. ഇനി 90ക്കും 180 ഡിഗ്രിയിൽ ഓർ 180 ആൻഡ് 270യിലും ഇടയിലാണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ phi കാൽക്കുലേറ്റഡ് ഇക്വേഷൻ 180 ഡിഗ്രി മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് x1 ഡിവൈഡ് ബൈ x2. സോ നെക്സ്റ്റ്, measurement of frequency. Lissajous pattern may be used for accurate measurement of frequency. Signal whose frequency is to be measured is applied to Y plates. അതായത് നമ്മൾ ലിസാജസ് പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഫ്രീക്വൻസി മെഷർ ചെയ്യാം. അപ്പം ഏത് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ആണോ മെഷർ ചെയ്യേണ്ടത് ആ സിഗ്നൽ നമ്മൾ Y പ്ലേറ്റ്സിലേക്കും, ഒരു നോൺ സിഗ്നൽ, ഒരു സ്റ്റാൻഡേർഡ് സിഗ്നൽ ഫ്രീക്വൻസി ഉള്ള സിഗ്നലിന് നമ്മൾ ഏതിലേക്കും അപ്ലൈ ചെയ്യുന്നു? X പ്ലേറ്റ്സിലേക്കും അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പാറ്റേൺ എലിപ്സ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ലിസാജസ് പാറ്റേൺ
വരുന്നത് എപ്പിയർ ആവുന്നത് വരെ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദെൻ ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ഓഫ് സിഗ്നൽ അപ്ലൈ ടു ദി ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് FI divided by Fx is equal to number of horizontal tangency divided by number of vertical tangency. Or we can say number of intersection of Lysage's pattern with horizontal line divided by number of intersection of Lysage's pattern with vertical line. അപ്പോൾ ഈ ലിസാജസ് പാറ്റേണിൽ നമുക്ക് നോക്കാം എത്ര ഇൻ്റർസെക്ഷൻ ഉണ്ട് ഹൊറിസോണ്ടൽ ലൈനുമായിട്ട്. 1 2 3 4. അപ്പം നമ്പർ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ലിസാജസ് പാറ്റേൺ വിത്ത് ഹൊറിസോണ്ടൽ ലൈൻ 4 ആണ്. ഇനി നമ്പർ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ലിസാജസ് പാറ്റേൺ വിത്ത് വെർട്ടിക്കൽ ലൈൻ എത്രയാണ്? 1 2. അപ്പോൾ FY/Fx എന്ന് പറയുന്നത് 4 divided by 2 that is equal to 2. അപ്പോൾ നമുക്കറിയാം അൺനോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FI ആണ്, FX നോൺ ഫ്രീക്വൻസി ആണ്. സോ നമുക്ക് അൺനോൺ ഫ്രീക്വൻസി FI is equal to 2 into FX ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലിസാജസ് പാറ്റേണിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 1 2 3 4 5 6 ഇൻ്റർസെക്ഷനാണ് ഹൊറിസോണ്ടൽ ലൈനുമായിട്ട്. ഇനി വെർട്ടിക്കൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 1 2 3 4 ഇൻ്റർസെക്ഷനാണ്. സോ FY/Fx എന്ന് പറയുന്നത് 6/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീക്വൻസി മെഷർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് CRO, അതായത് വോൾട്ടേജ് മെഷർമെൻറ്റ്, കറണ്ട് മെഷർമെൻറ്റ്, എക്സാമിനേഷൻ ഓഫ് വേവ് ഫോം, മെഷർമെൻറ്റ് ഓഫ് ഫേസ് ആൻഡ് ഫ്രീക്വൻസി. അതായത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്ക് CRO യൂസ് ചെയ്യാം, കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി അതെല്ലാം ലാബിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമിനേഷൻ ഓഫ് വേവ് ഫോമിനെ എക്സാമിൻ ചെയ്യാം, കമ്പാരിസണൊക്കെ നടത്താൻ നമുക്ക് CRO ഉപയോഗിച്ച് പറ്റും. അതേപോലെ മെഷർമെൻറ്റ് ഓഫ് ഫേസ് ആൻഡ് ഫ്രീക്വൻസി ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഫേസും ഫ്രീക്വൻസിയും CRO ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.